ബൂസൂരി ഇമാമിന്റെ ഒന്നാമത്തെ ഫസ്ലിൽ തന്നെ നിങ്ങൾ നോക്കി, ബൂസൂരി ഇമാമിനെ പുറത്തേക്ക് എടുത്തിട്ട് വേറൊരാളോട് സംസാരിക്കണ പോലെയാ സംസാരിക്കണത്. അതിന് അറബിക്ക് ലിറ്ററേച്ചറിൽ തജ്രീദ് എന്നാ പറയല്. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച കുട്ടികൾക്കും ഇത് വേഗത്തിൽ മനസ്സിലാവും. എന്താ ബൂസൂരി ഇമാം പറയണത്? വേറൊരാളോട് ചോദിക്കണ പോലെ ചോദിക്കുക. മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെ ഓർത്തിട്ടാണോ കണ്ണീര് തീർന്നിട്ട് ബ്ലഡ് കലർന്ന കണ്ണീരാണല്ലോ ഇപ്പം ബൂസൂരി വരുന്നത്. എന്താ പറ്റിയത്? കണ്ണീരെപ്പോഴാ തീരുക? കുറേ കരണ് പിന്നെയും കണ്ണീരിന് വേണ്ടി ശ്രമിക്കുമ്പോ ഇങ്ങനെ വലിയും. അങ്ങനെ വലിച്ചിട്ട് കണ്ണീര് വരുത്തിയാൽ ഒരു പക്ഷേ ബ്ലഡ് കലർന്ന കണ്ണീരാണല്ലോ ഇപ്പൊ വരുന്നത്. എത്തപ്പോ പറ്റിയത്? ആരെയും ഓർത്തിട്ടാണോ? അല്ല. ആ മദീന നാട്ടിൽ നിന്ന് കാറ്റ് വീശുമ്പോ അതിങ്ങനെ തലോടുമ്പോ കരയുന്നതാണോ? നിന്നോടിപ്പൊ കരയുന്നത് ചോദിക്കാൻ തന്നെ ഇപ്പൊ പേടിയാവുക ബൂസൂരി. എന്തിനാ കരയുന്നത് ചോദിച്ചാൽ ഇതുവരെ ഇല്ലാത്ത പൊട്ടലും ചീറ്റലുമാണ് പിന്നെ വരുന്നത്. എന്താ ബൂസൂരി പറ്റിപ്പോയത്? കരയല്ല എന്ന് പറയുമ്പോ കരച്ചിൽ കൂടുതലാ. എന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു സംശയം, ആരോടോ പ്രേമുണ്ട് എന്നാ തോന്നുന്നത്. പൊതുവിൽ ഈ അസുഖം വരൽ പ്രേമം ഉണ്ടെങ്കിലാണ്. ഇങ്ങനെ ഓർത്ത് കരയ, തിന്നാൻ വേണ്ട, കുടിക്കാൻ വേണ്ട. അല്ല ബൂസൂരിയത്തിനാ കരയണത്. നമ്മൾ എത്ര നേരം ചോദ്യം ചോദിക്കണത്? ശരീരത്തിന്റെ നിറങ്ങ് മാറിയാലും ഉറക്കില്ലേ? യെല്ലോ കളറായിട്ടുണ്ട്. തിന്നലും കുടിക്കലൊന്നുമില്ല, മെലിനൊട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം, പ്രേമൊന്നും അധിക കാലം മറച്ചു വെക്കാൻ കഴിയില്ല. പ്രേമം അധിക കാലം ഹൈഡ് ചെയ്ത് വെക്കൂല, എപ്പോഴെങ്കിലും പുറത്തു വരും. അല്ലെങ്കിൽ നീ ഇല്ലാന്നാ പറയാൻ നോക്കണമെങ്കിൽ എങ്ങനെ പ്രേമം ഇല്ലാന്ന് പറയുക? നിന്റെ ശരീരം തന്നെ പറയുന്നുണ്ട് യു ഹാവ് സംതിങ്, നിനക്ക് എന്തോ ഉണ്ട്. തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ആ കോടതിയിൽ കയറിയ ബൂസൂരിക്ക് ഉത്തരം പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയാണ് ബൂസൂരി ഇമാം ഉത്തരം പറയണത്. നഅം ഐ ഹാവ്, എനിക്കുണ്ട്, എനിക്ക് പ്രേമമുണ്ട്. നിങ്ങളോട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും ബോധ്യായി. പ്രേമുണ്ട്. ഞാൻ ആരെയാണോ പ്രേമിക്കണത് അവർ ഉറക്കത്തിൽ വന്നാൽ അത് കിനാവായി തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഉറങ്ങലില്ല. ഉണർച്ചയിൽ തന്നെ കാണാലോ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എന്താ ചോദ്യം? മൈഗ്രെയിന്റെ പ്രശ്നമൊന്നും വരില്ല? ഉറക്കോയിനാൽ കാല് കടച്ചില്, നടുവേന, കാലിന്റെ നീര്, പ്രേമം തലയിൽ കയറിയ വേദന ഉണ്ടാവില്ല.